Good morning. Today we are going to discussing about the topic orthogonal transformations. We can describe the motion of a rigid body by using two coordinate systems. ഒരു റിജിഡ് ബോഡിയുടെ മൂവ്മെൻറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ രണ്ട് ടൈപ്പ് കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ബോഡി കോർഡിനേറ്റ് സിസ്റ്റം. എ കോർഡിനേറ്റ് സിസ്റ്റം ഫിക്സഡ് ഇൻ ദ റിജിഡ് ബോഡി ഈസ് കോൾഡ് എ ബോഡി കോർഡിനേറ്റ് സിസ്റ്റം and a coordinate system fixed in space is called a space coordinate system, and the axis of body coordinate system is known as body set of axis, and the axis of space coordinate system is known as space set of axis. And also we know the coordinate system fixed in space, that is space coordinate system, is in inertial frame, but the body coordinate system is in non-inertial frame. ബോഡി കോർഡിനേറ്റ് സിസ്റ്റം നോൺ ഇനേഷ്യൽ ഫ്രെയിമിലായിരിക്കാൻ കാരണം അതിൽ ട്രാൻസ്ലേഷൻസും റൊട്ടേഷൻസും പോസിബിൾ ആയതുകൊണ്ടാണ്. ദിസ് ഫിഗർ ഷോസ് എ സ്പേസ് കോർഡിനേറ്റ് സിസ്റ്റം ആൻഡ് എ ബോഡി സെൻറ്റേർഡ് കോർഡിനേറ്റ് സിസ്റ്റം ഓർ ബോഡി സെറ്റ് ഓഫ് ആക്സിസ്. ഇൻ ദ സ്പേസ് സെറ്റ് ഓഫ് ആക്സിസ് ദ ത്രീ ആക്സസ് ആർ എക്സ്, വൈ ആൻഡ് ഇസഡ്, ആൻഡ് ദേ ആർ സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ O. But in the case of body set of axis, the axes are x dash, y dash and z dash, and it is centered at the origin O dash. ഈ O dash എന്ന് പറയുന്ന ഒറിജിൻ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സ്പേസ് സെറ്റ് ഓഫ് ആക്സിസ് എക്സ്, വൈ ആൻഡ് ഇസഡ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് എക്സ്, വൈ ആൻഡ് ഇസഡ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഡോട്ടഡ് ലൈനായിട്ട്. ദെൻ ബോഡി സെറ്റ് ഓഫ് ആക്സസ് ആണ് എക്സ് ഡാഷ്, വൈ ഡാഷ് ആൻഡ് ഇസഡ് ഡാഷ്. ദെൻ നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ദാറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഫ്രം വൺ കോർഡിനേറ്റ് സിസ്റ്റം ടു അനദർ കോർഡിനേറ്റ് സിസ്റ്റം. ഇപ്പോൾ ഒരു ഓവർവ്യൂ പറഞ്ഞാൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന കാര്യം ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്കുള്ള ഈ ട്രാൻസ്ഫോർമേഷൻ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുവാണ്. രണ്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിനെ എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും? പല മെത്തേഡ്സ് പോസിബിളാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞ ഐഡിയ ആണ്. ഡയറക്ഷൻ കൊസൈൻ മീൻസ് കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്റ്റേഴ്സ്. ഹിയർ ഡയറക്ഷൻ കൊസൈൻസ് ആർ റെപ്രസെൻറ്റഡ് ആസ് A11, A12 ആൻഡ് A13. There are many ways of specifying the orientation of a Cartesian set of axes relative to another set with a common origin. ഞാനിപ്പോൾ പറഞ്ഞു നമ്മുടെ സ്പേസ് കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിനായ ഒയും അതുപോലെ തന്നെ ബോഡി കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിൻ ആയ O ഡാഷും സെയിം ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ഇനി ഫിഗറിൽ നോക്കാം. ഇവിടെ നമ്മൾ ബോഡി സെറ്റ് ഓഫ് ആക്സിസും അതുപോലെ തന്നെ സ്പേസ് സെറ്റ് ഓഫ് ആക്സിസും കാണിച്ചിട്ടുണ്ട്. എക്സ്, വൈ ആൻഡ് ഇസഡ് ആക്സിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾസോ എക്സ് ഡാഷ്, വൈ ഡാഷ് ആൻഡ് ഇസഡ് ഡാഷ്. ഈ ആക്സിസുകൾക്ക് നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് എക്സിന് x1 എന്നും അതുപോലെ വൈക്ക് x2 എന്നും ഇസഡിന് x3 എന്നും വിളിക്കും. അതുപോലെ എക്സ് ഡാഷിനെ നമ്മൾ x1 ഡാഷ് എന്നും വൈ ഡാഷിനെ x2 ഡാഷ് എന്നും ഇസഡ് ഡാഷിനെ x3 ഡാഷ് എന്നും ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. സോ യൂണിറ്റ് വെക്റ്റേഴ്സ് ആണ്. അതായത് ഐ, ജെ, കെ ദേ ആർ ദ യൂണിറ്റ് വെക്റ്റേഴ്സ് എലോങ് എക്സ്, വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻസ്, ആൻഡ് ഐ ഡാഷ്, ജെ ഡാഷ് ആൻഡ് കെ ഡാഷ് ആർ ദ യൂണിറ്റ് വെക്റ്റേഴ്സ് എലോങ് എക്സ് ഡാഷ്, വൈ ഡാഷ് ആൻഡ് ഇസഡ് ഡാഷ് ആക്സിസ്. ഓൾസോ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ആംഗിൾ ബിറ്റ്വീൻ ടു വെക്റ്റേഴ്സ്. ഇവിടെ നോക്കുക, ഫസ്റ്റ് ഐ ആൻഡ് ഐ ഡാഷ് അത് തമ്മിലുള്ള ആംഗിളാണ് നമ്മൾ θ11 എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ഐ ഡാഷും അതുപോലെ ജെയും തമ്മിലുള്ള ആംഗിൾ θ12. ഓൾസോ ജെ ആൻഡ് ജെ ഡാഷ് തമ്മിലുള്ള ഡിഫറൻസ് ഓർ ആംഗിൾ θ22. കെ ആൻഡ് ജെ ഡാഷ് തമ്മിലുള്ള ആംഗിൾ θ23. ദെൻ θ33. ഇത്ര ആംഗിൾസ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്ഷൻ കൊസൈൻസിനെ ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് cos θ11 ഈക്വൽ ടു cos ഓഫ്
ഐ ഡാഷ് ഐ, അതല്ലേ രണ്ട് വെക്റ്റേഴ്സ് ഐയും ഐ ഡാഷും, വിച്ച് ഇസ് ഈക്വൽ ടു ഐ ഡാഷ് ഡോട്ട് ഐ ഓൾസോ ഈക്വൽ ടു ഐ ഡോട്ട് ഐ ഡാഷ്, രണ്ട് സെയിം ആണ്. അടുത്ത ഡയറക്ഷൻ കൊസൈനാണ് കോസ് ഓഫ് തീറ്റ 1 2 ഈക്വൽ ടു കോസ് ഓഫ് ഐ ഡാഷ് ജെ തീറ്റ 1 2, തീറ്റ 1 2 ഐ ഡാഷ് ജെ ഈക്വൽ ടു ഐ ഡാഷ് ഡോട്ട് ജെ ഈക്വൽ ടു ജെ ഡോട്ട് ഐ ഡാഷ്. ഈ ഒരു സെയിം ഫോർമാറ്റിൽ തന്നെ നമുക്ക് കോസ് തീറ്റ 2 2 അത് ജെയും അതുപോലെ തന്നെ ജെ ഡാഷും, പിന്നെ ഉള്ളത് 2 3 ജെ ഡാഷും കെയും. അപ്പം ഈ പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ട് ഈ ഇക്വേഷൻ്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ദ ഡയറക്ഷൻ കൊസൈൻസ് ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പ്രസ് the unit vectors of the primed system in terms of the unit vectors of the unprimed system. Here I, J and K are called the unit vectors of the unprimed system and I dash, J dash, K dash are the unit vectors of the primed system. I dash equal to cos theta 1 1 I plus cos theta 1 2 J plus cos theta 1 3 K. Also J dash equal to cos theta 2 1 I plus cos theta 2 2 J plus cos theta 2 3 K and K dash equal to cos theta 3 1 I plus cos theta 3 2 J plus cos theta 3 3 K. This is the equation which shows the relation between primed and unprimed unit vectors, and these three equations are called equation number 1. These sets of 9 direction cosines ഉണ്ട്. Then completely specify the orientation of x dash, y dash, z dash axis relative to the x, y, z set. We can equally well invert the process and use the direction cosines to express the ijk unit vectors in terms of their components along primed axis. ഈ രീതി ഫോളോ ചെയ്തുകൊണ്ട് ഇതിനെ നേരെ ഇൻവേർട്ടഡ് കൺവേർഷൻ നടത്തിയാൽ ഐ ജെ കെ ഇൻ ടേംസ് ഓഫ് ഐ ഡാഷ് ജെ ഡാഷ് ആൻഡ് കെ ഡാഷ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇഫ് പൊസിഷൻ വെക്റ്റർ ആർ ഈസ് represented as vector r is equal to xi plus yj plus zk and r is equal to x dash I dash plus y dash j dash plus z dash k dash. We know x dash is equal to r dot I dash which is equal to xi. r നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് xi plus yj plus zk dot ഐ ഡാഷ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിരിക്കുന്ന ഐ ഡാഷ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസ് തീറ്റ 1 1 ഐ പ്ലസ് കോസ് തീറ്റ 1 2 ജെ പ്ലസ് കോസ് തീറ്റ 1 3 കെ. ദാറ്റ് ഈസ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ 1 1 എക്സ് പ്ലസ് കോസ് തീറ്റ 1 2 വൈ പ്ലസ് കോസ് തീറ്റ 1 3 ഇസഡ്. ഓൾസോ വി ക്യാൻ റൈറ്റ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു ആർ ഡോട്ട് ജെ ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ട് ജെ ഡാഷിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, അതുപോലെ ആറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ദെൻ വി ഗെറ്റ് കോസ് തീറ്റ 2 1 എക്സ് പ്ലസ് കോസ് തീറ്റ 2 2 വൈ പ്ലസ് കോസ് തീറ്റ 2 3 ഇസഡ്. ദെൻ ഇസഡ് ഡാഷ് ഇസ് ഈക്വൽ ടു ആർ ഡോട്ട് കെ ഡാഷ് ഈക്വൽ ടു കോസ് തീറ്റ 3 1 എക്സ് പ്ലസ് കോസ് തീറ്റ 3 2 വൈ പ്ലസ് കോസ് തീറ്റ 3 3 ഇസഡ്. ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 2. Then to study the properties of the 9 direction cosines, it is convenient to change the rotation. So നമ്മൾ എക്സ് എന്ന് പറയണത് x1 ആയിട്ടും y എന്ന് പറയണത് x2 ആയിട്ടും z എന്ന് പറയണത് x3 ആയിട്ടും റൊട്ടേഷൻസ് നമ്മൾ കൺവേർട്ട് ചെയ്തു. നമ്മൾ ഓൾറെഡി ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. എക്സിന് നമ്മൾ x1 എന്നും വൈക്ക് x2 എന്നും ഇസഡിന് x3 എന്നും നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട് ഫിഗറിൽ. ആ കൺവേർഷൻ നമുക്കിപ്പോൾ നടത്താം. ഓൾസോ വി ചേഞ്ച് ദ റൊട്ടേഷൻ ഫോർ ദ ഡയറക്ഷൻ കൊസൈൻസ്. ഡയറക്ഷൻ കൊസൈൻസിന് ഈ രീതിയിലാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്.
നമുക്ക് ഡയറക്ഷൻ കൊസൈൻ്റെ ഫോം AIJ, A11, A12 അങ്ങനെയല്ല എൻ്റെ ഫോം. AIJ ഈക്വൽ ടു കോസ് തീറ്റ IJ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ദെൻ അവർ ഇക്വേഷൻ 2 ക്യാൻ ബി റിട്ടേൺ ആസ്. ഇക്വേഷൻ 2 നമ്മുടെ എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷ് അതിൻ്റെ ഇക്വേഷനാണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു എക്സിന് നമ്മൾ x1 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സോ എക്സ് ഡാഷ് ബിക്കം x1 ഡാഷ്, ദാറ്റ് ഈസ് x1 ഡാഷ് ഇസ് ഈക്വൽ ടു, ബാക്കി നമ്മൾ കോസ് തീറ്റ 11ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു A11 ഇൻറ്റു x1, എക്സ് ആയിരുന്നു അത് നമ്മൾ x1 എന്ന് മാറ്റി എഴുതി, പ്ലസ് അടുത്ത ടേം കോസ് തീറ്റ 12 അതിന് നമ്മൾ A12 എന്ന് എഴുതി. ദെൻ അടുത്ത ടേം y ആണ്, ദാറ്റ് ഈസ് x2 പ്ലസ് കോസ് തീറ്റ 13 z നമ്മൾ A13 ഇസഡിനെ x3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓൾസോ വി ക്യാൻ റൈറ്റ് x2 ഡാഷ് ആസ് A21 x1 പ്ലസ് A22 x2 പ്ലസ് A23 x3 ആൻഡ് x3 ഡാഷ് ഈക്വൽ ടു A31 x1 പ്ലസ് A32 x2 പ്ലസ് A33 x3. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. A11, A12 etc. are any set of constant coefficients independent of x and x dash. This equation 3 can be rewritten as xi dash equal to summation j is equal to 1 to 3 aij xj, where I equal to 1 to 3. xi ഡാഷിൻ്റെ ഫോം നോക്ക്, ഈ ഒരു രീതിയിലല്ലേ. xi എന്ന് പറഞ്ഞാൽ ഐക്ക് 1, 2, 3 എക്സെട്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങനെ കിട്ടും? j is equal to 1 to 3. j വാല്യൂസ് 1 തൊട്ട് 3 വരെ വേരി ചെയ്യും. aij A11 ആ ഫോമാറ്റ് aij xj ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 4. The magnitude of the vector is independent of the coordinate system used. This invariance of magnitude can be written as, നമ്മൾ ഏത് കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിലും മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നില്ല, എക്സും എക്സ് ഡാഷും ഒക്കെ സെയിം ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് summation I is equal to 1 to 3 xi equal to summation I is equal to 1 to 3 xi dash. That is equation number 5. Then substituting for xi dash from equation 4. Equation number 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 4 എന്താണ്? xi dash ആണ് ഇക്വേഷൻ നമ്പർ 4. Then equation 5 becomes summation I is equal to 1 to 3 xi equal to summation I is equal to 1 to 3 xi dash നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് summation j is equal to 1 to 3 aij xj, then വീണ്ടും xi dash, ദാറ്റ് ഈസ് summation k is equal to 1 to 3 aik xk, which is equal to summation I, summation j, summation k, aij aik xj xk. That's equal to summation j, summation k, then bracket le summation I aij aik into xi xk. Then the above equation can be satisfied only if summation I aij aik equal to delta ij. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മൾ തൊട്ട് മുമ്പത്ത് കണ്ട ഇക്വേഷനിൽ LHSഉം RHSഉം സെയിം ആവുള്ളൂ. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 6. ഈ ഇക്വേഷൻ നമ്മുടെ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ്റെ ഇക്വേഷനാണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ 6 ഈസ് നോൺ ആസ് ദ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ. എനി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വിച്ച് സാറ്റിസ്ഫൈസ് ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ. ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രാൻസ്ഫോർമേഷന് ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയുന്നത്. ഹിയർ വി കൺക്ലൂഡ് ദാറ്റ് ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം കോർഡിനേറ്റ്സ് ഫിക്സഡ് ഇൻ സ്പേസ് ടു കോർഡിനേറ്റ്സ് ഫിക്സഡ് ഇൻ എ റിജിഡ് ബോഡി ഈസ് ആൻ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ. The array of transformation can be written as the elements of a matrix A. This is a matrix form. A is equal to A11, A12, A13, A21, A22, A23, A31, A32 and A33.
ഈ ഫോമിലാണ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ പ്രൂവ് ചെയ്തു എന്താണ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം സ്പേസ് കോർഡിനേറ്റ്സ് ടു ബോഡി കോർഡിനേറ്റ്സ് ഈസ് ആൻ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ. താങ്ക് യു.